ഞാനൊരു പാർട്ടി ബേസിസിൽ പോണ ഒരാളാണെങ്കിൽ ഇന്ന പാർട്ടിയാന്ന് പറയാൻ എനിക്ക് പേടിക്കണോ? ആരെങ്കിലും പേടിക്കണോ? അനുഭവം തോന്നുന്നു. എവിടെ പോസ്റ്റ് ഉണ്ട്? അയാൾക്കെതിരെ പോയി അയാൾക്ക് പരാതി കൊടുത്ത് ജോലിയെല്ലാം കളഞ്ഞ് അയാളെ വീട്ടിൽ ഈ പറഞ്ഞ വ്യക്തിയെ എന്തിനാണ് വെള്ള പൂശിക്കൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് മുക്കുന്നത്? എല്ലാത്തിലുണ്ടല്ലോ. കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമായിരുന്നു KSRTC ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം. ആര് പറഞ്ഞു? ഒരു നായിക എന്നുള്ള രീതി. ആര് നായിക? ഞാൻ നായികയൊന്നുമല്ല. ഡ്രൈവർ യദുവിനെതിരെ ആരോപണങ്ങളുമായി നടി റോഷ്ന ആൻഡ് റോയ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും അതിനു പിന്നാലെ വിശദീകരണവുമായി ലൈവിൽ വന്നതും. ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. ശല്യം ചെയ്യാണ് ജനങ്ങൾ ചെയ്യണം. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ എപ്പോഴും. നിലവിൽ നടി റോഷ്നയെ പിന്തുണച്ചുകൊണ്ടാണ് മന്ത്രി KB ഗണേഷ് കുമാർ അടക്കം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ വ്യക്തിയുടെ പേരിൽ എത്ര കേസുകളുണ്ടെന്ന് അറിയാം. സംഭവത്തിന്റെ കൂടുതൽ വിശദീകരണവുമായി നടി റോഷ്ന ആൻഡ് റോയ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ മാം, ഇപ്പോൾ നിലവിൽ കേസിന്റെ അവസ്ഥ എന്താണ്? കേസ് ഞാൻ കൊടുത്തിട്ടില്ല. കേസ് കൊടുക്കാത്തൊരു കേസിന് അവസ്ഥ അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തുടങ്ങിയതാണ് ഈ വിഷയം. അതിനു മുന്നേ അവിടെ വേറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഇത് കേസായിട്ടൊന്നും ഞാൻ പോവാത്തത് കൊണ്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എങ്ങനെ ഈ സംഭവത്തിന്റെ അവസ്ഥ ഇപ്പോൾ ആക്ച്വലി അത് നമ്മുടെ ഭാഗത്തേക്ക് കുറേ ന്യായങ്ങൾ വന്നു തുടങ്ങി. തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു പ്രഷറൊക്കെ കുറച്ച് കുറഞ്ഞു. ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓൾറെഡി അവിടെ കേസ് നടക്കുന്നത് കൊണ്ട് അതിൻ്റെ പുരോഗതി അതനുസരിച്ചിരിക്കും നമ്മളുടെ കാര്യത്തിലുള്ള ഒരു വ്യക്തത എങ്ങനെ വരും എന്നുള്ളത്. ഇതുവരേക്കും നമുക്ക് പോസിറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പോൾ നിലവിൽ മന്ത്രി ഗണേഷ് കുമാർ വരെ പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ ആണ് തന്നിട്ടുള്ളത്. അതെ അതെ, അത് അദ്ദേഹം എന്നെ വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം ആദ്യം പറയുന്നു ഇത് അറിയില്ല, ഓർമ്മയില്ല, അങ്ങനൊരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും അറിയേണ്ടതല്ലേ, പോലീസുകാർ ഇടപെടേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ വണ്ടി അറിയുമോ എന്ന് ചോദിച്ചിട്ട് പോലും നമ്മൾ ഓടിക്കുന്നൊരു വണ്ടി അറിയില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അതൊരു തെറ്റായിട്ടുള്ളൊരു പ്രസ്താവന തന്നെയാണെന്നുള്ളത് തെളിഞ്ഞത് കൊണ്ട് ഇനിയിപ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ, അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് എൻ്റെ വണ്ടിയാണോ? ഇപ്പം നമ്മളൊക്കെ സാധാരണയായിട്ട് ചോദിക്കുന്നത് താങ്കളുടെ വണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് KSRTCയുടെ ആണെങ്കിൽ കൂടെ നമ്മൾ ഓടിക്കുന്ന വണ്ടി നമ്മുടെ വണ്ടിയായിട്ടല്ലേ പറയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. സാധാരണ ഒരു മനുഷ്യൻ ചോദിക്കുന്ന പോലെ ഞാൻ ചോദിച്ചുള്ളൂ. അതിൽ വാസ്തവം KSRTCയുടെ ആണെങ്കിലും അങ്ങനെയുള്ള റിപ്ലൈ വരേണ്ട ഒരു ആവശ്യമില്ല. നമ്മളുടെ പോകുന്ന യാത്രകളും വഴികളും ഒക്കെ മറന്നു പോകുന്നൊരു വ്യക്തി എല്ലാം ഓർത്തിരിക്കണം നിർബന്ധമൊന്നുമില്ല. അയാൾ മറന്നിട്ടുണ്ടാവും ചിലപ്പോൾ. കാരണം സ്ഥിരം ഒരു സംഭവം ആകുമ്പോൾ, സ്ഥിരം അയാൾ ഇങ്ങനെ പെരുമാറുന്ന ഒരാളാകുമ്പോൾ മറന്നു പോയി കാണും ചിലപ്പോൾ. പക്ഷേ ഇത് വാർത്തകൾ കാണുന്ന ജനങ്ങൾ മുഴുവനല്ല, ഒരു ഭൂരിഭാഗവും മാഡത്തിനെതിരാണ്. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു ഇതും വരുന്നുണ്ട്. അതെ. അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം മേയറും ഈ ഡ്രൈവറുമായിട്ടുള്ളൊരു ഇഷ്യൂ നടന്നപ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതിലെ തെറ്റും ശരിയും വേർതിരിച്ചെടുത്ത് ന്യായം ഇന്ന ആളുടെ ഭാഗത്താണ് ഓൾറെഡി ശരിവെച്ച ആൾക്കാർക്ക് ഇനി ഇയാൾക്കെതിരെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് സ്വാഭാവികമാണല്ലോ. ഇപ്പം ഞാനൊരു സാധനം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു അല്ലെങ്കിൽ ഒരു കേസായിട്ട് മുന്നോട്ട് പോകുന്നു, ആദ്യം നമുക്കെതിരെ പറയാനായിട്ട് ഒത്തിരി പേരുണ്ടാവും. ഇത് തെറ്റാണ്, ഇപ്പം എങ്ങനെ വന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒത്തിരി പേരുണ്ടാവും. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അതിൻ്റെ ഒരു സത്യാവസ്ഥ തെളിവടക്കം പുറത്തേക്ക് വരുമ്പോൾ അയ്യോ അന്ന് ഞാനൊരു പോസ്റ്റ് ഇതിനു വേണ്ടി ഇട്ടു, ഇവളങ്ങനെയാണ് ഇവളങ്ങനെയാണെന്ന് പറഞ്ഞേക്കുന്ന ആൾക്കാർക്ക് പിന്നെ അത് അംഗീകരിക്കാനും അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനും പറ്റില്ല. അതിപ്പോൾ ഈ പാർട്ടി മാറി ചവിട്ടിയ പോലെയൊക്കെ ആയിരിക്കും. ഒരു പാർട്ടിയിൽ നിന്നിട്ട് അങ്ങോട്ട് മറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡുള്ള ആൾക്കാർക്ക് അങ്ങനെ ചിലപ്പോൾ മാറ്റാൻ പറ്റില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞവർ അതിനകത്ത് നിന്ന് എത്ര സത്യം വന്നാലും മാറി പറയില്ല. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താ വെച്ചാൽ എന്തുകൊണ്ട് ഇത്രയും നേരം വൈകി കേസ് കൊടുക്കാൻ, ഇത്ര നാൾ വൈകിട്ട്? അത് ആക്ച്വലി നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു. ആ ഇഷ്യൂ അവിടെ പറഞ്ഞ് MVD ആയിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോവാമെന്ന് പറയുന്നു. അതിൻ്റെ പിറ്റേ ദിവസം വേറൊരു യാത്രയുള്ള ഞാൻ ആ സംഭവ സ്ഥലത്ത് വേറെ ഒരു ആളുകളെയും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ പെട്ടെന്നൊരു പോലീസ് കേസ്, ഞാനൊരു സാധാരണക്കാരിയായ വ്യക്തിയാണ്, പെട്ടെന്നൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പെറ്റീഷൻ കൊടുക്കേണ്ട ഒരു വിഷയത്തിലേക്ക് പോകണ്ടെന്ന് ഓർത്തിട്ട് അങ്ങ് പോകുന്നതാണ്. അതിനുള്ളൊരു സമയം സാഹചര്യം അന്ന് എനിക്കുണ്ടായില്ല.
കാരണം എനിക്ക് എൻ്റെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ്റെ കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. ആ സമയത്താണ് ഈ വിഷയം നടക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ പുറകെ പോകാനായിട്ട് യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അന്ന് അതിലേക്ക് പോയില്ല. ഇപ്പോൾ ഒരു വണ്ടി പോകുന്നു, നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, വേറൊരു വണ്ടിയായിട്ട് നമ്മൾ വണ്ടി ഇടിച്ചാൽ തന്നെയും അപ്പോൾ അതൊരു സംസാരം ഉണ്ടായാലും പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നടക്കില്ല. പിന്നെ അതിനുള്ള സമയമുള്ളവർ നടക്കുമായിരിക്കും, ഞാൻ നടക്കില്ല. നമ്മൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, കവറേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ നമുക്കത് കേസ് കൊടുക്കണമെങ്കിൽ തന്നെ അത് പെറ്റീഷൻ എഴുതി കൊടുത്ത് നമ്മൾ പോരുകയാണ്. പിന്നെ അതിൻ്റെ പുറകെ നടക്കില്ല. സമയമില്ലാത്തവർ അങ്ങനെ ചെയ്യുക. അന്ന് ആ ഡ്രൈവർ ചീത്ത വിളിച്ചു. അതെ, അന്ന് പിന്നീട് MVDനെ കണ്ടു എന്ന് പറഞ്ഞു. അവരുടെ അഭിപ്രായം അല്ല, അവരെന്തായിരുന്നു റെസ്പോൺസ് ചെയ്തത്? അല്ല, അവരിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ ഒന്നും പറഞ്ഞില്ല. MVDന്റെ ഭാഗത്ത് MVDയുടെ അവർ അന്നത്തെ ഷെഡ്യൂൾ പ്രകാരം ആരായിരുന്നു എന്നുള്ളത് അവർ നോക്കിയിട്ട് അതിൻ്റെ തെളിവെടുപ്പ് നടത്തുമെന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. നമ്മൾക്കതല്ലേ അറിയുള്ളൂ. അത് ആരാണെന്നുള്ളത് ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ ചോദിച്ചിട്ടുണ്ട്, MVD എവിടെ. കാരണം ഈ പറഞ്ഞ ഡ്രൈവറുടെ പേരും വിവരങ്ങളും എഴുതിയെടുത്തതാണ് MVD ഓർക്കാതിരിക്കില്ല. ഇത്രയും വിഷയം ഉണ്ടായിട്ടും MVD കാര്യം ഓർക്കാതിരിക്കില്ല. MVD ഒരാളല്ല, അത് ഡ്രൈവ് ചെയ്ത് വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, വേറൊരാൾ, അങ്ങനെ ഒരു 2-3 പേര് ആ വണ്ടിയിലുണ്ടായിരുന്നു, MVDയുടെ വണ്ടിയിൽ. അപ്പോൾ അവരത് ഓർക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് MVD ഓർക്കുക തന്നെ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ തെളിവ് മീൻസ് അവർ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കണേ. അതിലേക്കൊന്നും ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണെന്ന് അയാൾ പറയുന്നതിന് സ്റ്റേറ്റ്മെൻറ്റിന് ഞാൻ ഓക്കെ, ഞാൻ അങ്ങനെയാണ് സമ്മതിച്ചു കൊടുക്കണോ? അത് ഓരോരുത്തരും വ്യക്തിപരമായിട്ട്. ഇപ്പോൾ ഒരു ഇടതുപക്ഷമാണ് അല്ലെങ്കിൽ ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണെന്നെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നം വന്നു, ഞാനൊരു പാർട്ടി ബേസിസിൽ പോണ ഒരാളാണെങ്കിൽ ഇന്ന പാർട്ടിയാന്ന് പറയാൻ എനിക്ക് പേടിക്കണോ? ആരെങ്കിലും പേടിക്കണോ? വേണ്ട, ഇല്ല, പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആണെങ്കിലും എന്താണെങ്കിലും ഏത് പാർട്ടിയുടെ ആളാണെങ്കിലും അതിപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഒളിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പറയണോണ്ട് എന്താ, ഒരു വിഷയമില്ല അത്. പക്ഷേ ഇപ്പോൾ ഒരു ഇടതുപക്ഷത്തെ ഉള്ള മേയറുമായിട്ടാണല്ലോ ഈ പ്രശ്നം നടന്നത്. അത് അവിടെ നടന്നത്. ഇവിടെ ഇപ്പം നമ്മൾ തമ്മിൽ ഇപ്പം സംസാരിച്ച കാര്യം എന്താ, ഇടതുപക്ഷ അനുഭാവിയാന്ന് അയാൾ പറഞ്ഞതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അയാൾ പറഞ്ഞത് ഈ ഫേസ്ബുക്കിൽ മാഡത്തിൻ്റെ പോസ്റ്റുകളൊക്കെ കണ്ടാൽ ഒരു ഇടതുപക്ഷ അനുഭാവിയാന്ന് തോന്നും. എവിടെ പോസ്റ്റ് കണ്ട്? അയാൾ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം. അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിനെ കണ്ടിട്ടില്ല. തെളിവൊക്കെ വന്നതിന് ശേഷം പിന്നെ കാണാനില്ല. അപ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യമല്ലേ, അയാൾക്ക് എന്തും പറയാലോ ഇനി. കാരണം എന്താ വെച്ചാൽ അയാൾക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വിടണം, അത്രേ ഉള്ളൂ. പുള്ളിയല്ല എന്നുള്ളത് അങ്ങ് വിടണം. ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഏതെങ്കിലും ഒരാൾ പറഞ്ഞാലോ ഇനി നാളെ വന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഈ സ്ഥലത്ത് നടന്നിട്ടുണ്ടെന്ന് അങ്ങ് വെളിപ്പെടുത്തുവാണെങ്കിലോ അപ്പോൾ സമ്മതിക്കുമോ? ഇനി ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ ക്യാമറ വിഷ്വൽസ് അന്നും ഉണ്ടായി കാണുമല്ലോ, ഇല്ലേ? അതൊക്കെ തെളിവല്ലേ? അതൊക്കെ ഒളിച്ചു വെക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ആ പ്രദേശത്ത് ആ ദിവസത്തെ ഏതെങ്കിലും ഒരു സമയത്തെ ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടോ, ഇങ്ങനെ ഒരു വർത്താനം ഉണ്ടായിട്ടുണ്ടോ, MVD നിന്ന പ്രദേശത്ത് എവിടെയെങ്കിലും CCTV ഉണ്ടോ, ഇതൊക്കെ നമുക്ക് തെളിവ് വേണമെങ്കിൽ അതൊക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ചുമ്മാ ഇടതുപക്ഷം വലതുപക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആവശ്യമെങ്കിൽ ഇതൊക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുവരെ വോട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കേട്ടു. ഇതുവരെ എന്ന് പറഞ്ഞിട്ടില്ല, ഇപ്രാവശ്യത്തെ എന്നാണ് പറഞ്ഞത്. ഇപ്രാവശ്യത്തെ അല്ല, കഴിഞ്ഞ മുന്നത്തെയും ഞാൻ ആകെ ഒരു കന്നി വോട്ടാണ് ചെയ്തേക്കുന്നത്, ഒറ്റ വോട്ട്. അത് ഈ പറഞ്ഞ എന്താ പറയുക, ഈ പാർട്ടിക്ക് വേണ്ടിയുമല്ല, ഒന്നുമല്ല. ഞാനൊരു എന്താ പറയുക, ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വയനാട്ടിലൊരു വോട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു വ്യക്തിയെ നോക്കിയപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. അങ്ങനെ പറയുമ്പോൾ അത് യദുവിലേക്ക് പോകും, മനസ്സിലായോ? യദു ആ ഒരു ഇതിനെയാണ് ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. അപ്പം പുള്ളിക്ക് സപ്പോർട്ടീവായിട്ട് പോകുന്നത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ഇഷ്ടമല്ലേ എങ്ങനെ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് ഇടതുപക്ഷം എന്ന് പറയുന്നവരത് കേൾക്കുമ്പോൾ അപ്പോൾ അതെങ്ങനെ അങ്ങനെ സംഭവിക്കുക? ഇടതുപക്ഷമാണെന്നല്ലേ ഇവരൊക്കെ പറയുന്നത്. ഞാൻ ഇടതുപക്ഷത്തിനല്ലല്ലോ വോട്ട് ചെയ്തത്. ഞാൻ ഒറ്റ വോട്ട് ചെയ്തിട്ടുള്ളൂ, എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. കാരണം ഒന്നത് വയനാട് ആയതുകൊണ്ട് ലോങ് ഡ്യൂറേഷൻ. ഞാൻ ആലുവയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എപ്പോഴും ഇവിടെ ആയിരുന്നു, എറണാകുളത്ത് തന്നെയായിരുന്നു മിക്കവാറും. എൻ്റെ അമ്മ വീട് അങ്കമാലിയാണ്. സോ അതുകൊണ്ട് മഞ്ഞപ്രയാണ് എൻ്റെ അമ്മ വീട്. സോ ഞാൻ ഇവിടെ തന്നെയൊക്കെ ആയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. അപ്പം വയനാട് നിന്ന് സ്വദേശം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ കമൻറ്റ് ബോക്സിൽ കണ്ട വേറൊരു കമൻ്റാണ്, മേയർ ആരുമായിട്ട് സൗഹൃദ ബന്ധത്തിലാണ്, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ. അത് ഞാൻ ചോദിക്കുന്നത്, അതൊക്കെ
ആളുകൾ പറയുന്നതല്ലേ മോളെ, അത് ഒരു രീതിയിലും നമുക്ക് ഏൽക്കുന്നില്ല ഇതൊന്നും. ഇതൊക്കെ ഒരാളായിട്ട് സൗഹൃദമാണെന്ന് പറയാൻ പ്രശ്നമുണ്ടോ? ഞാൻ പിന്നെയും ഇത് തന്നെ ചോദിക്കുന്നത്. ഇപ്പം മേയർ ആര്യ എൻ്റെ സൗഹൃദത്തിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവരെന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തെളിവല്ലേ? നിങ്ങളെല്ലാം പൊക്കിക്കൊണ്ട് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ എടുക്കാലോ. തെളിവ് വേണമെന്നുള്ളവർ, ഇതിനു വേണ്ടി കിടന്ന് മരിക്കുന്നവർ, എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പണ്ടത്തെ അരിവാൾ ചുറ്റിക പൊക്കിക്കൊണ്ട് വരുന്നവർ, അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്ത തീയതി അന്വേഷിച്ച് പോകുന്നവരൊക്കെ ആ തെളിവുകൾ നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ അടുത്തത് അന്വേഷിച്ച് നടക്കുക എന്തുവാന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഈ തെളിവ് വേണ്ട ആൾക്കാർ തന്നെ അത് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് എൻ്റെ ഫ്രണ്ടാണെന്ന് ഒരാളെ പറയാനായിട്ട് എനിക്ക് എന്താ ബുദ്ധിമുട്ട്? അവരിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കിടക്കുന്നതുകൊണ്ടാണോ? ആണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും, എത്ര രീതിയിൽ എന്തെല്ലാം രീതിയിൽ ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവും. അതൊക്കെ എടുക്കാൻ ഒരു പ്രശ്നം വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ പറയും. അതൊന്നും നമ്മൾ മൈൻഡിലേക്ക് എടുക്കാതിരുന്നാൽ മതി. അതിനെ ആ വഴിക്ക് വിട്ടേക്കുക. ഇപ്പോൾ കുറച്ച് ഫേമസ് ആവാനാണ് ഇങ്ങനൊരു വീഡിയോ പുറത്തിറക്കുന്നത്. വീഡിയോ അല്ല, ഞാൻ ലൈവ് വന്നത്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ട്. അതിൽ ഞാൻ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ചെറിയ ഒരു ലിങ്ക് കൊടുത്തിട്ട് താഴെയുണ്ട് എൻ്റെ പോസ്റ്റ് എന്നുള്ള രീതിക്കാണ് പറഞ്ഞേക്കുന്നത്. ഫേമസ് ആവണ്ട അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രൈവറൊക്കെ ഫേമസ് അല്ലേ? ഒരു പരാതി ഉന്നയിച്ച് വരുമ്പോൾ അത് ഫേമസ് ആവാനാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊരു പരാതി ഉന്നയിക്കുന്നു, ഇന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഇട്ടിരിക്കുന്നു. ഇപ്പോഴും നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ മാധ്യമക്കാരോടും ഞാൻ പറഞ്ഞത്, പരാതിയായി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ 2 ദിവസമായി ചോദിക്കുന്നു. ഞാനത് തന്നെ ഒരിക്കലും ഇല്ല, പരാതി കൊടുക്കുന്നില്ല. അല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അയാൾക്കെതിരെ പോയി അയാൾക്ക് പരാതി കൊടുത്ത് ജോലിയെല്ലാം കളഞ്ഞ് അയാളെ വീട്ടിലിരുത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അയാളൊരു തൊഴിലാളിയാണെങ്കിൽ അയാൾ ജീവിക്കട്ടെ. അയാൾ സമൂഹത്തിൽ എങ്ങനെ മറ്റുള്ളവരോടൊക്കെ പെരുമാറണം എന്ന് ഇനിയും പഠിക്കും. വെറുതെ വീട്ടിലിരുന്ന് ഡിപ്രസ്ഡ് ആവേണ്ട യാതൊരു ആവശ്യമില്ല. എനിക്ക് അങ്ങനെയുള്ള എന്താ പറയുക, ഭയങ്കര ബാഡായിട്ടുള്ളൊരു മൈൻഡൊന്നുമില്ല. ഒരാളെ അങ്ങ് തകർക്കണം, അയാളെ മൊത്തത്തിൽ ഒരു പ്രശ്നം വന്നതുകൊണ്ട് അയാളെല്ലാം എനിക്കെതിരെ പറഞ്ഞതുകൊണ്ട് അയാളെ അങ്ങ് നശിപ്പിച്ച് കളയണം എന്നൊന്നുമില്ല. ഇല്ലില്ല, തീർച്ചയായും ഇല്ല. നമുക്ക് നമ്മുടേതായ ഒരു ന്യായം കിട്ടണം. ഇതൊരു സത്യമായ കാര്യമാണെന്ന് തെളിയണം. എനിക്കത്രേ ഉള്ളൂ. അത് മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അവർക്കത് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പരാതി കൊടുക്കാൻ ഉദ്ദേശമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനൊരു പോസ്റ്റ് ഇടാനുള്ളൊരു ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടണോ, അല്ലെങ്കിൽ അയാൾക്കുള്ള പണിഷ്മെൻ്റൊക്കെ കിട്ടുമായിരിക്കും. അയാൾ ചെയ്ത തെറ്റുകൾക്ക് അയാൾക്ക് എന്തായാലും പണിഷ്മെൻറ്റ് കിട്ടാതിരിക്കില്ല. ഈ പറഞ്ഞ വ്യക്തിയെ എന്തിനാണ് വെള്ള പൂശിക്കൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ വ്യക്തിയുടെ പേരിൽ എത്ര കേസുകളുണ്ടെന്നറിയാമോ? 1-2 കേസൊന്നുമല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ നടപടി എടുക്കാൻ വേണ്ടിയാണ് പലരും പരാതിപ്പെട്ടിരിക്കുന്നത്. ആ കൊടുത്തിരിക്കുന്ന കേസുകൾക്കൊക്കെ എന്ത് തീരുമാനങ്ങളുണ്ടായി അങ്ങനെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട വരത്തില്ലേ? നോർമലി ഒരു വ്യക്തിക്ക് ഒരു ബാഡ് ഹിസ്റ്ററി ഉള്ളപ്പോൾ അയാൾക്കെതിരെ കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്തപ്പെട്ടിട്ടുണ്ടോ, അയാൾ കൃത്യമായിട്ട് അത് പാലിച്ചിട്ടാണോ മുന്നോട്ട് പോകുന്നത്, ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട വരും. ഇതൊക്കെ തെളിവുകൾ അയാൾക്ക് ഓപ്പോസിറ്റായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് അതൊരു തരം ഒളിച്ചോട്ടാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു ആവശ്യമില്ല അതിൻ്റെ. അദ്ദേഹം ചെയ്തത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള പണിഷ്മെൻറ്റ് കിട്ടട്ടെ. ഒരുപക്ഷെ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതുകൊണ്ടായിരിക്കാം ഡ്രൈവർ ചെയ്തു ഇപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആകെ ഒരു പോസ്റ്റേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അത് എൻ്റെ ഫോണിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു വെച്ചിരുന്നു. അതായത് 2021 മെയ് 2 ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വാക്സിനേഷൻ ഡീറ്റെയിൽസ് എന്നും പറഞ്ഞിട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്ട് കളക്ടർ ഷെയർ ചെയ്തൊരു പോസ്റ്റാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ഒത്തിരി പേര് കൊറോണയുടെ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകയും അതുപോലെ വാക്സിൻ ഇല്ലാതെ കുറച്ച് പേര് മരണപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് വാക്സിൻ എത്തിച്ചതിൻ്റെ ഒരു അഭിനന്ദനമാണ് ആ ഒരു സാധനം. നമ്മുടെ സർക്കാരാണ്, CMനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സർക്കാരാണ്. അതിപ്പോൾ നോർമലി നമ്മൾ നിപ്പ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലത്തൊക്കെ നമ്മൾ ശൈലജ ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ കൈയടിച്ചിട്ടുള്ള ആൾക്കാരാണ്. കൊറോണ സമയത്തും അല്ലാണ്ടൊക്കെ നിപ്പ വന്നു. നമ്മുടെ ഒരു കുറേ സ്ട്രഗിൾസ് ഉള്ളൊരു ടൈമായിരുന്നു നമ്മുടെ ഈ ഒരു ഗവൺമെൻറ് ഇരുന്ന സമയം എന്ന് വെച്ചത്. ഇപ്പോൾ ഫ്ലഡ്,
അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഞാൻ നന്നായിട്ട് എൻ്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലഡിൻ്റെയൊക്കെ ഒരുപാട് പോസ്റ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മനസ്സുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ആ ടൈമിലൊക്കെ ചിലപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു പോസ്റ്റേ കിട്ടിയുള്ളൂ ഇവർക്ക്. അപ്പോൾ അതിന് കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനൊരു എന്താ പറയുക ആനപ്രേമിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ ഷോപ്പിൻ്റെ പേരൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ആനപ്രേമിയായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി അവിടെ പാർലമെൻറ്റിൽ ഇതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്തിരുന്നു. ചേട്ടൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് പുറം സ്ഥലങ്ങളിൽ നിന്ന് ആനകളെ ഇനി കൊണ്ടുവരണം, കേരളത്തിന് ആനകൾ കുറഞ്ഞു എന്നുള്ളൊരു രീതിക്ക് സംസാരിച്ചിരുന്നു. അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്ലഡിൻ്റെ സമയത്ത് വയനാട്ടിലേക്ക് അരി കൊണ്ടുവരുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരാളായിരുന്നു രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് മുക്കുന്നത്, എല്ലാ അതിലുണ്ടല്ലോ. ഈ ഏത് പാർട്ടിയിലും ഞാൻ നിൽക്കുന്നത്, നിങ്ങൾ ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുവന്നിടുന്നതെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിൽക്കാം. എന്നാൽ പിന്നെ അതായിരിക്കുമല്ലോ നല്ലത്. ഇപ്പോൾ ഒരു ഇടതിൻ്റെ ഒരൊറ്റ പോസ്റ്റാണ് കിട്ടി. ഇനിയിപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അടുത്തത് ഇപ്പം അവർ പറയുന്നു ഞാൻ ഫോട്ടോ ഇട്ടത് മുംബൈയിലായതുകൊണ്ട് അന്നേ ദിവസം ഇവിടെ, പിറ്റേൻ്റെ ദിവസം ഞാൻ കുമ്പിടി കളിക്കുക എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം അതിന് ഞാൻ ഇന്ന് കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, എൻ്റെ ടിക്കറ്റ് നമ്മൾ വെറുതെ അല്ലല്ലോ നമ്മൾ ഒന്നിനും ഇരിക്കുന്നത്. നമ്മളുടെ മെയിൽ ഐ ഡി നമ്മളുടെ എല്ലാം അതിൽ ലിങ്ക്ഡ് ആയിരിക്കും. നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അത് എത്ര വർഷം കഴിഞ്ഞാലും അത് നമ്മുടെ മെയിലിൽ കിടക്കും. അതൊന്നും അന്നത്തെ മെയിൽ കൊണ്ടുവന്ന് ഇപ്പോൾ കൊണ്ടുവന്ന് കുത്തിക്കയറ്റി വെക്കാനൊന്നും പറ്റില്ല. അപ്പം തെളിവ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് തെളിവായിട്ട് വന്നാലും പറയും അതങ്ങനെയല്ലല്ലോ, ഇതിങ്ങനെയല്ലേ. പിന്നെ റോഷന എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട് കേരളത്തിൽ. മെയിൽ ഐ ഡി റോഷനയുടേത് വേറെ ആർക്കും വരില്ലല്ലോ, എൻ്റെ മെയിൽ ഐ ഡി എനിക്കല്ലേ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ട് അതൊക്കെ ചുമ്മാ ആളുകൾക്ക്, അതുപോലെ PNR നമ്പർ മറിച്ചിട്ടുണ്ട്, അതൊക്കെ ആവശ്യമെങ്കിൽ കൊടുക്കും, അതൊന്നും ഒരു വിഷയമില്ല. ഇനി ചിലതിന് PNR നമ്പർ വെളിയിൽ പോയാൽ എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വയനാട്ടിലെ അഡ്രസ്സ് ഞാനിപ്പം മാലുവ ആയതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നാളെ പറയൂ ഈ ആധാർ കാർഡിലുള്ളത് മറ്റാളെന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ പലതും പറഞ്ഞിട്ട് വരും. ഇതൊന്നും എന്നെ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അതിനുള്ള എല്ലാ കൃത്യമായിട്ടുള്ള മറുപടികളും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, പ്രശ്നമൊന്നുമില്ല. അതെ, മറ്റൊരു അഭിപ്രായം വരുന്നത് അയാളൊരു പാവം തൊഴിലാളിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സമ്പത്തുള്ളവർ നമ്മൾ സമ്പത്തുള്ളവരാണെന്ന് ആര് പറഞ്ഞു? ഒരു നായിക എന്നുള്ള രീതി. ആര് നായിക? ഞാൻ നായികയൊന്നുമല്ല. ഞാൻ എന്തൊക്കെയോ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിച്ച ഒരാളാണ്. അതിൽ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അതും കുറച്ച് നാൾ അഭിനയിച്ചു. അതിൽ ആ പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. ഇപ്പം എല്ലാവരും പടങ്ങൾ കാണണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ നിന്നുള്ളൊരു ഇതൊന്നും ആ ടൈറ്റിലൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാനൊരു സാധാരണക്കാരിയാണ്, റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുന്ന ഒരാളാണ്. എനിക്കും ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. നമുക്കൊരു പ്രശ്നമുണ്ടായി, ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പറയാനും പ്രതികരിക്കാനും എല്ലാ രീതിയിലുള്ള അവകാശമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയുമ്പോൾ അതിനെ പാർട്ടി രീതിയിൽ എടുത്ത് പൊളിറ്റിക്കൽ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് കുറേ തെളിവ് അവിടെ വേണം ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്യുകയാണ് ജനങ്ങൾ ചെയ്യണം. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ എപ്പോഴും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. അങ്ങനെ സംസാരിക്കുന്നവരെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു അതങ്ങനെ വിട്ടേക്കുവാണ്. ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ അടക്കമുള്ളവർ മാമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള റിപ്ലൈകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ പുറത്ത് വരട്ടെ. എന്തായാലും സത്യം വിജയിക്കട്ടെ. അതെ, ഓക്കെ, താങ്ക് യു.